പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണിക്കാൻ വേണ്ടി പോകുന്ന ക്യാമറയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. 4 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ. ക്യാമറയുടെ കുഴപ്പം കൊണ്ടാണോ അതോ അത് വെച്ചിരിക്കുന്ന ആളുകളുടെ കുഴപ്പം കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ക്യാമറ കാണുന്നത് ഇതുപോലെയാണ്. യാതൊരു ക്ലാരിറ്റി ഇല്ല. ഈ ഒരാൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? 40,000 രൂപ വാങ്ങിച്ചിട്ട് ആ ഒരു കസ്റ്റമറുടെ 40,000 രൂപ വാങ്ങിച്ചിട്ട് ആ ഇൻസ്റ്റലേഷൻ ചെയ്ത ആൾക്കാർ പോയി. അപ്പോൾ അതിനകത്ത് അവർ ആദ്യം പറഞ്ഞു ഹിക്യൂഷൻ്റെ NVR കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ ഏതോ കമ്പനികളുടെ ക്യാമറ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയണത് ഇത് എർത്തിൻ്റെ പ്രശ്നമാണ്, അതിൻ്റെ കുഴപ്പമാണ്, ഇതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോടെ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ എല്ലാ ക്യാമറകളും ഒരേപോലെയല്ല. ഇപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുന്ന പല സാധനങ്ങളും ഇപ്പം ഞാൻ ക്യാമറകളുടെ സിസ്റ്റത്തിൻ്റെയൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതുമായിട്ടുള്ള ഒരാളായതുകൊണ്ട് പല ആളുകളും ചിന്തിക്കുന്നത് ഞാനിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അപ്പോൾ അതായത് ഈ ഒരു വ്യക്തി ഇയാളുടെ 40,000 രൂപയാണ് വെറുതെ ഒരു ആവശ്യമില്ലാതെ നഷ്ടപ്പെട്ടത്. ഈ ക്യാമറ സിസ്റ്റം അവർ ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണിയാണ് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇന്നങ്ങ് വെച്ചു, നാളെ കളയാനുള്ള സാധനമല്ല. നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു മിനിമം ഒരു 5 കൊല്ലമെങ്കിലും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും രൂപ മുടക്കിയിട്ട് ഒരു പ്രയോജനമില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വീടുകളിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട് നിങ്ങളൊരു കൊട്ടേഷൻ ഒരാളിൽ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മോഡൽ നമ്പർ ചോദിച്ചിട്ടുണ്ടാകണം. കാരണം ഒരു 2 മെഗാ പിക്സൽ ക്യാമറയാണ് വെക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെഗാ പിക്സൽ ക്യാമറ തന്നെ ഇപ്പോൾ ഹിക്യൂഷൻ്റെ എടുക്കുകയാണെങ്കിൽ 100 കണക്കിന് 2 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. ഇതിൽ ഏത് 2 മെഗാ പിക്സൽ ക്യാമറയാണ് നിങ്ങൾ മറ്റൊരു കൊട്ടേഷൻ റിസീവ് ചെയ്യുമ്പോൾ കമ്പാരിസൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്? വില കുറഞ്ഞ ക്യാമറ ഇപ്പോൾ 1,800 2,000 രൂപയ്ക്ക് IP ക്യാമറകൾ നമുക്ക് ഹിക്യൂഷൻ തന്നെ 2MB കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ 2MB തന്നെ 9,500 10,000 രൂപയുടെ ഒരു 2MB ഉണ്ട്. അപ്പോൾ എല്ലാം 2MB തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് വ്യത്യാസം? ഇപ്പോൾ നല്ലൊരു ക്യാമറ 2MBയുടെ ഞാനൊരു കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരുത്തനൊരു പൊട്ട ക്യാമറയുടെ കൊട്ടേഷൻ 2MB കൊടുത്തു. കസ്റ്റമർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. അവർ നോക്കുന്നത് എന്താ? 2 മെഗാ പിക്സൽ ക്യാമറ. അപ്പം ഞാൻ കൊടുത്ത ക്യാമറ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കസ്റ്റമർ നോക്കുമ്പോൾ 2MB ക്യാമറ. ഞാൻ മോഡൽ നമ്പർ സ്പേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മറ്റോ മോഡൽ നമ്പർ സ്പേസ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അവൻ തന്നിരിക്കുന്ന ആ ഒരു 2MB ക്യാമറ ഞാൻ തന്നേക്കണ ക്യാമറയുടെ വില ഭയങ്കര കൂടുതലാണ്, അവൻ്റെ ക്യാമറയ്ക്ക് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് അവൻ്റെ ക്യാമറ എടുക്കണ്ട. ഞാൻ ഇത് പറയുന്നത് ഞാൻ ഈ ക്യാമറ സെയിൽ ചെയ്യുന്നുണ്ടൊന്നും അല്ല കേട്ടോ. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തോ, പക്ഷേ ഞാനിത് നിങ്ങളൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ചിലപ്പോൾ ഇതുപോലെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം പൊങ്കാല ഇടും. പക്ഷേ ഞാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മോഡൽ നമ്പർ നോക്കിയിട്ട് ശേഷം മാത്രം നിങ്ങളൊരു കൊട്ടേഷനിൽ കമ്പാരിസൺ ചെയ്യുക, ക്യാമറകളെ കമ്പാരിസൺ ചെയ്യുക. ഓരോ മോഡൽ നമ്പർ സൂചിപ്പിക്കുന്നതും ആ ക്യാമറയുടെ സ്പെസിഫിക്കേഷനാണ്. 2MB 4MB 6MB എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ നിങ്ങൾ വിടുക. ചില ക്യാമറകളിൽ 2MB ക്യാമറയ്ക്ക് 4MBനേക്കാൾ വില കൂടുതലാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല. ഇന്നലെ ഞാനൊരു കൊട്ടേഷൻ കൊടുത്തപ്പോൾ ഒരു ആളിനോട് ചോദിച്ചാണ്, നിങ്ങൾ വെച്ചിരിക്കുന്ന 5 മെഗാ പിക്സൽ ക്യാമറയ്ക്ക് 4 മെഗാ പിക്സൽ ക്യാമറയ്ക്കായി വില കുറവാണ്, അത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ 4 മെഗാ പിക്സൽ ക്യാമറ അൾട്രാ സീരീസിൽ വരുന്ന ഹൈ ക്വാളിറ്റി ക്യാമറയാണ്. നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു 5MB ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു പ്രോ സീരീസിൽ വരുന്ന ക്യാമറയാണ്. അപ്പോൾ ഈ പ്രോ സീരീസ് എന്താണ്, അൾട്രാ സീരീസ് എന്താണ്, വാല്യൂ സീരീസ് എന്താണെന്നൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞോളൂ, മോഡൽ നമ്പർ നോക്കാതെ ഒരിക്കലും ഒരു ക്യാമറയെ കമ്പാരിസൺ ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ IP ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അനലോഗ് ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് പരിചയമുള്ള ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നെറ്റ്വർക്കിങ്ങിനെ പറ്റി ഒരു ചെറിയ ബോധമെങ്കിലും ഉള്ള ഒരാൾക്ക് മാത്രമാണ് IP ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം IP ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ക്യാമറ കറക്റ്റായിട്ട് കാണുന്നില്ല. ഇതേപോലെയുള്ള ബാൻഡ് വിഡ്ത്ത് എക്സീഡഡ് എന്ന് പറഞ്ഞൊരു എറർ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ കാണുമ്പോൾ അത് വന്നേക്കാം. നിങ്ങൾ മോണിറ്റർ കണ്ടാലും TV കണ്ടാലൊക്കെ ഇതുപോലുള്ള എറർ വന്നേക്കാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ IP ക്യാമറ സിസ്റ്റം എടുക്കുമ്പോൾ നമ്മുടെ NVRൻ്റെ കേപ്പബിലിറ്റി നമ്മൾ നോക്കണം. എല്ലാവരും നോക്കുന്നത് ക്യാമറയുടെ കേപ്പബിലിറ്റി മാത്രമാണ്. ക്യാമറ ഇപ്പോൾ 8MB ഒക്കെ എടുത്തുകൊണ്ട് വരും. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, ഒരു 16 ചാനലിൻ്റെ NVRലേക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള NVR ആണ് നമ്മുടെ DS7616 NXI K1 എന്ന് പറയുന്ന ഒരു NVR. ഈ ഒരു NVR മാക്സിമം 160 Mbps ആണ് കൈകാര്യം ചെയ്യുന്നത്. മാക്സിമം എൻകോഡിംഗ് എബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇൻകമിംഗ് ബാൻഡ് വിഡ്ത്ത് 160 Mbps ആണ്.
16 ചാനലും സപ്പോർട്ടീവാണ്. നമുക്ക് 16 ക്യാമറകൾ വെക്കാൻ സാധിക്കും. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് 16 ക്യാമറയും 4K കൊണ്ട് വെക്കാൻ പറ്റിയല്ല. അങ്ങനെ 4K കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാമറകളുടെ ക്വാളിറ്റിയിൽ ചെറിയ ചേഞ്ചസ് വരുത്തേണ്ടി വരും. ക്യാമറയ്ക്കുള്ളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ക്വാളിറ്റി പോവാതെ തന്നെ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ നമ്പർ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു മാറ്റം ക്യാമറയ്ക്കുള്ളിൽ വരുത്താതെ ഒരിക്കലും ഈ 16 ക്യാമറകളും നിങ്ങൾക്ക് NVR-ലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മളിപ്പോൾ 4K ക്യാമറകൾ DVR-ലേക്കാണ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറകളെല്ലാം കുത്താൻ സാധിച്ചേക്കും. കാരണം DVR എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോർട്ട് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ NVR എന്ന് പറഞ്ഞാൽ പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ NVR-ന്റെ ബാൻഡ് വിഡ്ത്ത് നോക്കാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാമറകളെ സെലക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ അത് മാത്രമല്ല, ക്യാമറ വെച്ചിട്ട് പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയിൽ കാണുന്നില്ല, രാത്രിയിൽ കൃത്യമായിട്ട് കാണുന്നില്ല, ഓടിപ്പോകുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണുന്നില്ല, 5 മീറ്റർ ദൂരെ നിൽക്കുന്ന ആളുടെ പോലും മുഖം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് അറിയും? ഇപ്പൊ ചില ആൾക്കാർ വളരെ ഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒരു 2.8 mm ലെൻസ് ഉള്ള ഒരു ക്യാമറ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. വളരെ വലിയൊരു ഗ്രൗണ്ടിൽ, ഒരു കോളേജ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് 2.8 mm ലെൻസ് ഉള്ള ഒരു ക്യാമറ വയ്ക്കും. പകല് നമ്മൾ നോക്കുമ്പോൾ ഈ കോളേജ് ഗ്രൗണ്ട് മുഴുവൻ ഈ ഒരു ക്യാമറ കാണുന്നുണ്ട്. 2.8 mm എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രിയോളം വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഒരു കോളേജ് ഗ്രൗണ്ട് മുഴുവൻ നമുക്ക് ആ ഒരു 2.8 mm ക്യാമറയിൽ കാണാൻ സാധിക്കും. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് ഒരു 10 മീറ്റർ ദൂരെ നിൽക്കുന്നതിന്റെ മുഖം നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കുക, ഒരിക്കലും നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുകയില്ല. കാരണം ഈ 2.8 mm ലെൻസ് ഉള്ള ക്യാമറയുടെ ഡോറി ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ആണ്, 4 മീറ്റർ ആണ്. അപ്പോൾ ലെൻസിന്റെ കേപ്പബിലിറ്റി വൈഡർ ആകും തോറും, അതായത് ലെൻസിന്റെ ആ ഒരു സൈസ് 2.8 mm ലെൻസ് അല്ലെങ്കിൽ 4 mm ലെൻസ് ഇങ്ങനെ നമ്മൾ കൂടി പോകും തോറും നമുക്കറിയാം 2.8 mm ഉണ്ട്, 4 mm ഉണ്ട്, 6 mm ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പൊ 6 mm ആകുമ്പോഴത്തേക്കും ഒരു 55 ഡിഗ്രി വൈഡാണ് ക്യാമറ വരുന്നതെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഒരു 9 മീറ്ററോളം ദൂരെ നിൽക്കുന്ന ആളുടെ മുഖമാണ്. അതിന്റെ റെക്കഗ്നേഷൻ പവർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പൊ 2.8 mm ലെൻസ് ഉള്ള ഒരു ക്യാമറ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക്, ഇത്രയും വൈഡ് ആയിട്ടുള്ള വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാമറയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഏരിയ കണ്ടിട്ടാണ് നിങ്ങൾ ഒരു ക്യാമറ എടുക്കേണ്ടത്. ഒരു സ്ഥലം കണ്ടതിന് ശേഷം മാത്രം ഒരു ക്യാമറ എടുക്കുക. അല്ലാതെ ഓൺലൈനിൽ കാണുന്ന ഒരു കിറ്റ് മേടിച്ചു കൊണ്ടിട്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതാ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഭാഗവും ഒരേപോലെ ആണെങ്കിൽ ചിലപ്പോൾ സ്യൂട്ട് ആയേക്കും. പക്ഷേ എല്ലാ ഏരിയയും എല്ലാവരുടെയും വീടിന്റെ ഫ്രണ്ട് വശം പോലെ അല്ലല്ലോ ബാക്ക് വശം വരുന്നത്, അതുപോലെയല്ലോ സൈഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട്, ഞാൻ ഈ പറയുന്നതൊക്കെ പല ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് എനിക്ക് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് പല ആൾക്കാരും പലരും കംപ്ലൈന്റ് ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. കമന്റുകൾ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് മെജോറിറ്റി ആയിട്ടുള്ള, ഞാനിപ്പോൾ ഇതിലൂടെ ഒരുപാട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നത് മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിനെപ്പറ്റി ഒരു കുന്തും അറിയാൻ മേലാതെ, ഒന്നും അറിയില്ലാതെ എടുത്ത് കുഴിയിലേക്ക് ചാടുന്ന, ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വെറുതെ വെള്ളത്തിലാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ താഴെ വന്ന് എഴുതുന്ന നെഗറ്റീവ് കമന്റുകളെല്ലാം നിങ്ങൾ ഓർത്താൽ മതി, ഏതെങ്കിലുമൊക്കെ അറിയാൻ മേലാത്ത ഇൻസുലേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതായത് നമ്മുടെ ക്യാമറയുടെ ലെൻസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഏരിയ കണ്ടിട്ടായിരിക്കണം ലെൻസ് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ക്യാമറകളുണ്ട്, കളർ ക്യാമറയുണ്ട്, സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയുണ്ട്. എനിക്ക് കൂടുതലായിട്ട് വരുന്ന കോളുകൾ കളർ ക്യാമറകൾ, ഫുൾ ടൈം കളർ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കളർ ക്യാമറ വാങ്ങിക്കും. കളർ ക്യാമറ മേടിച്ചിട്ട് ക്യാമറ വെക്കുന്ന ഏരിയ ഫുള്ളി ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടിട്ട് ഈ ക്യാമറ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊരു ക്ലാരിറ്റി തോന്നിയല്ല, മുഴുവൻ ഗ്രെയിൻസ് പോലെ കാണത്തുള്ളൂ. കാരണം ഇതുപോലുള്ളൊരു മൊബൈൽ ടോർച്ചിന്റെ ആ ഒരു LED ലൈറ്റ് ഇല്ലേ, അത്രയും വെട്ടമുള്ളൊരു IP ക്യാമറ കളർ വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റിന് നമ്മൾ വെച്ചിരിക്കുന്ന വളരെ വലിയ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇലുമിനേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സപ്പോർട്ടീവ് ആയിട്ട് എന്തെങ്കിലും ലൈറ്റുകളൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ കളർ ക്യാമറയിൽ അത്രയും നല്ലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. പുതിയ വീടുകൾ പല ആൾക്കാരും ക്യാമറ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ പല സ്ഥലത്തും ഇൻസുലേഷൻ ചെയ്യുന്ന, അതായത് കേബിൾ വലിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യന്മാരാണ്. ഇലക്ട്രീഷ്യന്മാർ കേബിൾ വലിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, വലിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ട് ഫൈൻഡ് ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ ക്യാമറ ഇൻസ്റ്റലേഷൻ ഞങ്ങൾ പലയിടത്തും പോയി ചെയ്യുമ്പോൾ ഇലക്ട്രീഷ്യൻസ് വലിച്ചിട്ട് പല സ്ഥലങ്ങളിലും ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒന്നും ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ടിലല്ല ക്യാമറ കിടക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഓരോ ലെൻസിനനുസരിച്ച്, ഓരോ ക്യാമറയുടെയും പ്രോപ്പർട്ടി അനുസരിച്ച് ക്യാമറയുടെ വെക്കുന്ന പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാമറയുടെ പോയിന്റ് നമ്മൾ മാറ്റി പ്ലേസ് ചെയ്യേണ്ടി വരും.
അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പെയിന്റ് ചെയ്തതിനൊക്കെ ശേഷം, വീടൊക്കെ പെയിന്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ക്യാമറ വെക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ട് അല്ല കിടക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഈ വയർ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റുമോ? വയർ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വൃത്തികേടായി പോകും. അതായത് ആ വീട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിൽ ക്യാമറ അങ്ങ് വെച്ചിട്ട് പോകും. അല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഔട്ട്ഡോറൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കേസിംഗ് ഗ്യാപ്പൊക്കെ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി മാറ്റി വയ്ക്കാം. പക്ഷെ എന്നാൽ പോലെ അതൊരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് അറിയാവുന്ന, ക്യാമറകളൊക്കെ ഒരുപാട് വെച്ച് പരിചയമൊക്കെ ഉള്ള ഒരു CCTV ടെക്നീഷ്യനെ നിങ്ങൾ വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് എന്ത് ചെയ്യുക, ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ള സ്പോട്ട് ഫൈൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്പോട്ട് ഫൈൻഡ് ചെയ്ത് അവരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നൊക്കെ എന്ത് ചെയ്യുക, ക്യാമറയുടെ കൊട്ടേഷൻസ് ഒരു 2-3 അങ്ങോട്ട് മേടിക്കുക. എന്നിട്ട് ഒരിക്കലും ലോവസ്റ്റ് പ്രൈസിലേക്ക് പോയിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യരുത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്യാമറയുടെ കൊട്ടേഷൻ ഞാൻ നിങ്ങളെ ഒന്നോടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന 1 TB ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു റീഫർബിഷ്ഡ് ഹാർഡ് ഡിസ്ക് ആണ്. റീഫർബിഷ്ഡ് ഹാർഡ് ഡിസ്കുകൾക്ക് എത്ര വില വേണമെങ്കിലും കുറച്ച് കൊടുക്കാം, അത് അവർക്ക് ഒരു പ്രശ്നമല്ല. അപ്പോൾ റീഫർബിഷ്ഡ് ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ട് അവസാനം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ പറ്റി അതൊന്ന് സോൾവ് ചെയ്തിട്ട് ആ കംപ്ലൈൻ്റ് ഒക്കെ സോൾവ് ചെയ്ത ശേഷം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സാധനം പുതിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1 ഇയർ വാറണ്ടി ഇട്ട് അങ്ങോട്ട് കൊടുക്കും. ആക്ച്വലി 3 വർഷം വാറണ്ടിയാണ് ഒരു ഹാർഡ് ഡിസ്കിന് വരുന്നത്. ഇപ്പം ഞാനൊക്കെ തരുന്ന ഈ ഒരു ഹാർഡ് ഡിസ്ക്, ഇതുപോലുള്ള 1 TB ഹാർഡ് ഡിസ്ക് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ വാറണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പർ നിങ്ങൾ ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ വാറണ്ടി റിമൈനിങ് ഉണ്ടെന്ന് കാണിച്ചു തരും. അതായത് 3 ഇയറും അങ്ങനെ കാണിക്കും. ഇപ്പോൾ ഇത് കൊടുത്തേക്കണത് ഒരു 1 TB ഹാർഡ് ഡിസ്ക് 2200 രൂപയ്ക്ക് ഒരു പഴയ ഹാർഡ് ഡിസ്ക് കൊടുത്ത് ആ പാവത്തിന് പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹത്തിന് കിട്ടിയ പോലെ നിങ്ങൾക്കൊരു പണി കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാശ് വെറുതെ കൊണ്ടേ കളയാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ടെക്നീഷ്യൻ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് ക്യാമറകൾ സെലക്ട് ചെയ്യുക, അത് ഇൻസ്റ്റലേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്നെ മാത്രം വിളിച്ചിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.